ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മീൻകറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചുവന്നുള്ളിയാണ്. ഒരു 10 ചുവന്നുള്ളി, ഒരു കുടം വെളുത്തുള്ളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടി മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി എണ്ണയിലേക്ക് ഈ ഉള്ളി ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മൂത്ത് വരണം. നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി വേണമെങ്കിൽ ലാസ്റ്റ് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 കഷ്ണം വലിയ കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നല്ലപോലെ തിളപ്പിക്കണം. മീൻ മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ വെട്ടി വൃത്തിയാക്കി കഴുകി വെച്ചേക്കുകയാണ്. ഇവിടെ ഇത് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം. കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ലാസ്റ്റിലായിട്ട് 1/4 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും ഒരു 2 സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ലാസ്റ്റിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.